രാവിലെ തന്നെ എണീറ്റ് മക്കളെ ബ്രഷിൽ കുറച്ച് പേസ്റ്റ് എടുത്ത് വെച്ച് അങ്ങോട്ട് പല്ല് തേക്കാം നമുക്ക്. അപ്പം എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന്. അപ്പം എല്ലാവരും പല്ല് തേച്ചിട്ടൊക്കെ തന്നെയാണ് സ്കൂളിലും വർക്കിനൊക്കെ പോയേക്കണത്. അപ്പം നമുക്ക് കോൾഗേറ്റ് എടുത്ത് വെച്ചും ബ്രഷിലോട്ട് ഇട്ട് വെച്ചും അങ്ങോട്ട് ചേരിക്കും ഒരക്കാം. എൻ്റെ കുഞ്ഞുമക്കൾക്ക് പല്ല് തേക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ഉണ്ടോ തേക്കണ്ട, ഇങ്ങനെ റൗണ്ടിൽ ഇറക്കണം. ഇതിങ്ങനെ, അതായത് ഇങ്ങനെ തേക്കാൻ പാടില്ല, ഇങ്ങനെ തേക്കണം. ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ക്ലേസിങ് പോകും. ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പല്ലിന് ക്ലേസിങ് കിട്ടും. ഇന്നലെ ഈ ഭാഗത്തെ ഒരു പൂച്ച കറങ്ങി കിടക്കണ്ടായി. കൊണ്ട് അവനെ കാണാനില്ല. അവൻ എന്തായോ എന്തോ മരിച്ചുപോയോന്നറിയില്ല. കിച്ചണിലോട്ട് വന്നപ്പോൾ എൻ്റെ മക്കളെ അമ്മതേ നല്ല അടിപൊളി പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കോൾഗേറ്റ് കിച്ചണിലോട്ട് വന്നപ്പോഴേ പാത്രത്തിൽ കുറച്ച് തേങ്ങ ഇരിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് തേങ്ങ, ആ തേങ്ങ കുറച്ച് എടുത്ത് വെച്ചു. ഈ കായ ഉണ്ടാ മക്കളെ, ഈ കായ എൻ്റെ മക്കൾ കറി വെച്ചു. ഞാൻ ഈ സാധനം കഴിച്ചിട്ടുണ്ട്. ഈ കായ ചേച്ചി, അതായത് എൻ്റെ ചേച്ചി ഈ സാധനം എടുത്ത് കറി വെക്കും. നല്ല ഇളയ സാധനം നോക്കിയാണെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമല്ല കേട്ടാ. ഒരു രസമല്ല. ചിലവർക്ക് ഇഷ്ടപ്പെടും. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല രസമാണെന്ന് തോന്നണ്. അത് എനിക്ക് പിടിക്കൂല അത്ര. നല്ല കിടിലും കിടക്കാച്ചി പുട്ടും ചിക്കൻ കറിയും മക്കളെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ മക്കളെ ഇന്നലെ കോൾവിൻ ചേട്ടൻ വെച്ച ചിക്കൻ കറി നല്ല അടിപൊളി അരിപ്പുട്ട് അമ്മ ഉണ്ടാക്കിയാണ്ടാ. അപ്പൊ കോൾവിൻ ചേട്ടൻ്റെ ഒരു പിടുത്തങ്ങാട് പിടിക്കാൻ പോണേണ് മക്കളെ. എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചല്ല അല്ലേ. അപ്പൊ ഈ ചാറും കൂട്ടി അങ്ങോട്ട് കുഴച്ചൊരു പിടുത്തങ്ങാട് പിടിക്കട്ടെ കോൾവിൻ ചേട്ടൻ. കൊതി വന്നു കണ്ടിട്ട്. ഇങ്ങനെ അങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് കുഴച്ച ഗ്രേവി ഇട്ട് ഇങ്ങോട്ട് കുഴച്ചട്ടെ. ഒരു പിടി അങ്ങോട്ട് എടുക്കാം.